മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദ്ഭവസ്ഥിതിവിഭുശ്ചാനേകധായ ശ്രുതൗ വാചം നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവി. ഇന്ന് ബൃഹജ്ജാതകത്തിലെ 5 ശ്ലോകങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 6-ാമത്തെ തൊട്ട് ഇപ്പം നോക്കാം. 2-ാമത്തെ ശ്ലോകം 5 വരെ ഒന്നും കൂടിയും വായിച്ചു നോക്കാം. ഭൂയോഭിഃ പട്ടുബുദ്ധിഭിഃ പട്ടുധിയാം ഹോരാഫലജ്ഞപ്തയേ ശബ്ദന്യായസമന്വിതേഷു ബഹുശഃ ശാസ്ത്രേഷു ദൃഷ്ടേഷ്വപി ഹോരാതന്ത്രമഹർണവപ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപം വൃത്തവിചിത്രമർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഹോരേത്യഹോരാത്രവികൽപ്പമേകേ വാഞ്ഛന്തി പൂർവാപരവർണലോപാത് കർമാർജിതം പൂർവഭവേ സദാതി യത്തസ്യ പക്തിം സമഭിവ്യനക്തി. കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോഭൃതോ വസ്തിർവ്യഞ്ജനമൂരുജാനുയുഗളേ ജംഘേ തത്തോഘ്രിദ്വയം മേഷാശ്വിപ്രഥമാ നവർക്ഷചരണാശ്ചക്രസ്ഥിതാരാശയോ രാശിക്ഷേത്രഗൃഹർഷഭാനി ഭവനം ചൈകാർത്ഥസംപ്രത്യയാ. മത്സ്യൗ ഘടീ നൃമിഥുനം സഗദം സവീണം ചാപി നരോശ്വജഘനോ മകരോ മൃഗാസ്യഃ തൗലീ സസ്യദഹനാ പ്ലവഗാ ച കന്യാ ശേഷാഃ സ്വനാമസദൃശാഃ സ്വചരാശ്ച സർവേ. ഇനി 6-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷിതിജസിതജ്ഞചന്ദ്രരവിസൗമ്യസിതാവനിജാഃ സുരഗുരുമന്ദസൗരിഗുരവശ്ച ഗൃഹാംശകപാഃ അജമൃഗതൗലിചന്ദ്രഭവനാദിനവാംശവിധർഭവന സമാംശകാധിപതയഃ സ്വഗൃഹാത് ക്രമശഃ. ക്ഷിതിജസിതജ്ഞചന്ദ്രരവിസൗമ്യസിതാവനിജാഃ സുരഗുരുമന്ദസൗരിഗുരവശ്ച ഗൃഹാംശകപാഃ അജമൃഗതൗലിചന്ദ്രഭവനാദിനവാംശവിധർഭവന സമാംശകാധിപതയഃ സ്വഗൃഹാത് ക്രമശഃ. ഇവിടെ ആദ്യത്തെ 2 വരിയിൽ പറയുന്നത് ഓരോ രാശികളുടെയും അധിപന്മാരാരൊക്കെയാണ്. അതുപോലെ അംശകങ്ങളുടെ നവാംശകം തുടങ്ങിയിട്ടുള്ള അംശകങ്ങളുടെ അധിപന്മാരാരൊക്കെയാണ് എന്നാണ് ആദ്യത്തെ 2 വരിയിൽ പറയുന്നത്. അപ്പോൾ 12 രാശികളുണ്ട്, മേടം തുടങ്ങി മീനം വരെ. അപ്പോൾ ആ ഓരോ രാശികളുടെയും അധിപന്മാരാരാണ് എന്ന് ഇവിടെ ക്രമത്തിൽ പറയാണ്. ക്ഷിതിജ എന്ന് പറഞ്ഞാൽ ചൊവ്വ മേടത്തിൻ്റെ അധിപനാണ്. ക്രമത്തിൽ തന്നെയാണ് പറയുന്നത്. അടുത്തത് സിത എന്ന് പറഞ്ഞാൽ ശുക്രൻ ഇടവത്തിൻ്റെ അധിപനാണ്. ജ്ഞ എന്നതുകൊണ്ട് ബുധൻ മിഥുനത്തിൻ്റെ അധിപനാണ്. പിന്നെ ചന്ദ്രൻ കർക്കടകത്തിൻ്റെ അധിപനാണ്. രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ ചിങ്ങത്തിൻ്റെ അധിപനാണ്. സൗമ്യൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ബുധൻ കന്യയുടെ അധിപനാണ്. അപ്പോൾ ബുധൻ കന്യയുടെയും മിഥുനത്തിൻ്റെയും അധിപനാണ്. ഇനി ചൊവ്വ, അതായത് അവനിജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വ വൃശ്ചികത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ചൊവ്വ വൃശ്ചികത്തിൻ്റെയും മേടത്തിൻ്റെയും അധിപനാണ്. ഇനി സുരഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം ധനുവിൻ്റെ അധിപനാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി മകരത്തിൻ്റെ അധിപനാണ്. സൗരി എന്ന് പറഞ്ഞാലും ശനി കുംഭത്തിൻ്റെ അധിപനാണ്. അപ്പോൾ മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപനാണ് ശനി. ഇനി മീനത്തിൻ്റെ അധിപനാണ് വ്യാഴം. അപ്പോൾ വ്യാഴം ധനുവിൻ്റെയും മീനത്തിൻ്റെയും അധിപനാണ്.
അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഓരോ രാശിയുടെയും അധിപന്മാരെ ഓർത്ത് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അയക്കാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യൻ, കർക്കിടകത്തിൻ്റെ അധിപൻ ചന്ദ്രൻ. ഇനി കന്നിയുടെയും മിഥുനത്തിൻ്റെയും അധിപൻ ബുധൻ, തുലാത്തിൻ്റെയും ഇടവത്തിൻ്റെയും അധിപൻ ശുക്രൻ, വൃശ്ചികത്തിൻ്റെയും മേടത്തിൻ്റെയും അധിപൻ ചൊവ്വ, ധനുവിൻ്റെയും മീനത്തിൻ്റെയും അധിപൻ വ്യാഴം, മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനി. അപ്പോൾ ഗൃഹാംശകപാഹ എന്ന് പറഞ്ഞാൽ ഗൃഹാംശകങ്ങളെ രക്ഷിക്കുന്നവൻ അല്ലെങ്കിൽ അതിൻ്റെ അധിപൻ എന്നർത്ഥം. അപ്പോൾ ആദ്യത്തെ 2 വരിയിൽ രാശി അധിപന്മാരെയും അംശക അധിപന്മാരെയും ഒക്കെയാണ് പറഞ്ഞത്. ക്ഷിതിജ, സിതജ്ഞ, ചന്ദ്ര, രവി, സൗമ്യ, സിതാവനിജാസുര, ഗുരു, മന്ദ, സൗരി, ഗുരവശ്ച, ഗൃഹാംശകപാഹ എന്ന് പറഞ്ഞു. ഇനി അടുത്ത 2 വരിയിൽ എന്താണ് പറയാൻ പോകുന്നത് നോക്കാം. നവാംശവിധി അതിനെ പറ്റിയാണ് പറയുന്നത്. അജ, മൃഗ, തൗലി, ചന്ദ്രഭവനാദി നവാംശവിധി. നവാംശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാശിയെ 9 സമഭാഗങ്ങളാക്കുന്നതിനെയാണ് നവാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ നവാംശത്തിൻ്റെ അധിപന്മാരെ എങ്ങനെ കണ്ടെത്തും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ 2ാം ഭാഗത്തിൽ പറയുന്നത്. അജ, മൃഗ, തൗലി, ചന്ദ്രഭവനാദി എന്ന്. അതായത് അജം എന്ന് പറഞ്ഞാൽ മേടം, മൃഗം എന്ന് പറഞ്ഞാൽ മകരം, തൗലി എന്ന് പറഞ്ഞാൽ തുലാം, ചന്ദ്രഭവനം എന്ന് പറഞ്ഞാൽ കർക്കിടകം. ഈ 4 1 2 3 4 രാശികളിൽ നിന്ന് എണ്ണി തുടങ്ങിയിട്ട് വേണം നവാംശകൻ കണ്ടെത്താൻ. ഉദാഹരണത്തിന് ഒരു ഗ്രഹം മേടം രാശിയിൽ ഇത്ര ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു, അതിൻ്റെ നവാംശ രാശി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നു, മേടം 1ാമത്തെ രാശിയായ മേടത്തിന് അജം മുതൽ എണ്ണണം, അതായത് മേടം മുതൽ തന്നെ എണ്ണണം. അപ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ആ രീതിയിൽ എണ്ണി പോകുമ്പോൾ തന്നിരിക്കുന്ന ഡിഗ്രി ഇതിൽ ഏത് രാശിയുടെ ഇടയിലാണ് വരുന്നത് ആ രാശിയാണ് നവാംശ രാശി എന്ന് പറയുന്നത്. ഇനി 2ാമത്തെ രാശിയായിട്ടുള്ള ഇടവത്തിലാണെങ്കിൽ അടുത്ത സൂചന എന്താണ് ഇവിടെ പറയുന്നത്? അജ, മൃഗാണ്, അതായത് മകരം രാശി തൊട്ട് എണ്ണണം. അതുപോലെ തൗലി എന്നടുത്ത് പറയുന്നു, അതായത് മിഥുനം 3ാമത്തെ രാശിയായ മിഥുനത്തിന് തുലാം മുതൽ എണ്ണണം. 4ാമത്തെ രാശിയായ കർക്കിടകത്തിന് അടുത്ത സൂചന എന്താണ്? അജ, മൃഗ, തൗലി, ചന്ദ്രഭവനം എന്ന് പറഞ്ഞാൽ കർക്കിടകം മുതൽ എണ്ണണം. പിന്നെ ഇതേ ഓർഡർ തന്നെ ചിങ്ങത്തിന് മേടം മുതൽ എണ്ണണം, കന്നിരാശിക്ക് മകരം മുതൽ എണ്ണണം, തുലാരാശിക്ക് തുലാം മുതൽ എണ്ണണം, വൃശ്ചികം രാശിക്ക് കർക്കിടകം മുതൽ എണ്ണണം, ധനുരാശിക്ക് മേടം മുതൽ എണ്ണണം, മകരത്തിന് മകരം മുതൽ എണ്ണണം, കുംഭത്തിന് തുലാം മുതൽ എണ്ണണം, മീനത്തിന് കർക്കിടകം മുതൽ എണ്ണണം. അപ്പോൾ അതാണ് ഇവിടെ സൂചന. അജ, മൃഗ, തൗലി, ചന്ദ്രഭവനാദി ഭവതി എന്ന് നവാംശകത്തെ വിധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഭവന സമാംശകാധിപതയഃ സ്വഗൃഹാത് ക്രമശഃ എന്ന് പറയുന്നു. അതായത് ദ്വാദശാംശകം, ഒരു രാശിയെ 12 സമഭാഗങ്ങളായിട്ട് തിരിക്കുന്നതിനെ ദ്വാദശാംശകം എന്ന് പറയുന്നു. ഈ ദ്വാദശാംശകങ്ങളുടെ അധിപന്മാർ ക്രമമായിട്ട് സ്വന്തം രാശിയിൽ നിന്ന് തന്നെ എണ്ണണം എന്ന് പറയുന്നു. അതായത്
ഇപ്പോൾ മേടം രാശിയുടെ 12 ഭാഗങ്ങളുടെ അധിപന്മാരെ നിശ്ചയിക്കേണ്ടത് മേടം രാശിയിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുള്ള ക്രമത്തിലാണ്. അതായത് ആദ്യ ഭാഗം മേടം, അപ്പോൾ അധിപൻ ചൊവ്വ. രണ്ടാം ഭാഗം ഇടവം, അധിപൻ ശുക്രൻ. മൂന്നാം ഭാഗം മിഥുനം, അധിപൻ ബുധൻ. അങ്ങനെ മീനം വരെ. അപ്പോൾ അതുപോലെ ഇടവം രാശിയുടെ ദ്വാദശാംശകം എണ്ണേണ്ടത് ഇടവത്തിൽ നിന്നുമാണ്, മിഥുനത്തിൻ്റേത് മിഥുനത്തിൽ നിന്നും. അങ്ങനെയാണ് ക്രമത്തിൽ. അപ്പോൾ ഇതാണ് 6ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ നവാംശക വിധിയും ദ്വാദശാംശക വിധിയും പറയുന്നു. പിന്നെ ഓരോ രാശികളുടെ അധിപന്മാരെയും പറയുന്നു. ഇനി അടുത്ത ശ്ലോകമാണ് 7ാമത്തെ ശ്ലോകം. കുജരവി കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗാഃ പവനസമീരണ കൗർപ്പിജൂകലയാഃ അയുജി യുജിതു തേ വിപര്യയസ്ഥാ ശശിഭവനാളി ഝഷാന്ത വൃക്ഷസന്ധിഃ. കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗാഃ പവനസമീരണ കൗർപ്പിജൂകലയാഃ അയുജി യുജിതു തേ വിപര്യയസ്ഥാഃ ശശിഭവനാളി ഝഷാന്ത വൃക്ഷസന്ധിഃ എന്ന്. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, കുജൻ ചൊവ്വ, രവിജൻ ശനി, ഗുരു വ്യാഴം, ജ്ഞൻ ബുധൻ, ശുക്രൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് ഒരു രാശിയിലെ 30 ഡിഗ്രി, ഒരു രാശി എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 30 ഡിഗ്രിയെ 5 ഗ്രഹങ്ങൾക്ക് ആയിട്ട് വീതിച്ചു നൽകുകയാണ്. അപ്പോൾ അത് ഒറ്റ രാശികൾ വരുമ്പോൾ, ഒറ്റ രാശികൾ എന്ന് പറഞ്ഞാൽ 1, 3, 5, 7 എന്നീ ക്രമത്തിൽ വരുന്ന രാശികൾ. അതായത് 1ാമത്തെ മേടം, 3ാമത്തെ മിഥുനം, അങ്ങനെ ആ രീതിയിൽ വരുന്ന ഒറ്റ രാശികളിൽ ആദ്യത്തെ 5 ഡിഗ്രി ചൊവ്വയായിരിക്കും, അടുത്ത 5 ഡിഗ്രി ശനിയായിരിക്കും, അടുത്ത 8 ഡിഗ്രി വ്യാഴമായിരിക്കും, അടുത്ത 7 ഡിഗ്രി ബുധനായിരിക്കും, അവസാനത്തെ 5 ഡിഗ്രി ശുക്രനായിരിക്കും. അപ്പോൾ ഇരട്ട രാശികളിലായിക്കോട്ടെ, അതാണ് അയുജി യുജിതു എന്ന് പറഞ്ഞത്. യുജി ഇരട്ട രാശികളിൽ, അതായത് 2, 4, 6, 8 ഇതിൽ വരുന്ന, ഇപ്പോൾ ഇടവം 2ാമത്തെ രാശി, കർക്കിടകം 4ാമത്തെ രാശി, അങ്ങനെയുള്ള ഇരട്ട രാശികളിൽ വരുമ്പോൾ ഇതിന് നേരെ വിപരീതമായിരിക്കും. അതായത് ആദ്യത്തെ 5 ഡിഗ്രി ശുക്രൻ, അടുത്ത 7 ഡിഗ്രി ബുധൻ, അടുത്ത 8 ഡിഗ്രി വ്യാഴം, അടുത്ത 5 ഡിഗ്രി ശനി, അവസാനത്തെ 5 ഡിഗ്രി ചൊവ്വ, ഇങ്ങനെ വരും. ഇതാണ് കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗാഃ പവനസമീരണ കൗർപ്പിജൂകലയാഃ അയുജി യുജിതു തേ വിപര്യയസ്ഥാഃ. ഇതിൻ്റെ അർത്ഥം ഇവിടെ പവനസമീരണ കൗർപ്പിജൂകലയാഃ എന്നുള്ളത് കടപയാതി വെച്ചിട്ട് സംഖ്യയാണ്. അതായത് ഇവിടെ പറഞ്ഞ 5, 5, 8, 7, 5 എന്നുള്ള സംഖ്യകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു വാക്യം ശശിഭവനാളി ഝഷാന്ത വൃക്ഷസന്ധിഃ എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നക്ഷത്രവും രാശിയും ഒന്നിച്ച് അവസാനിക്കുന്ന കർക്കിടകം, വൃശ്ചികം, മീനം രാശികളുടെ ഒടുവിലത്തെ അതിർത്തി രേഖകളെയാണ് വൃക്ഷസന്ധി എന്ന് പറയുന്നത്. വൃക്ഷസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. വൃക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നക്ഷത്രത്തിൽ 4 പാദങ്ങളാണെന്ന്. അപ്പോൾ മേടം ഒരു രാശിയിൽ 9 പാദങ്ങളും വരും, 9 നക്ഷത്രപാദങ്ങളും വരും എന്ന് പറഞ്ഞു. അപ്പം മേടത്തിൽ അശ്വതിയുടെ 4 പാദങ്ങൾ, ഭരണിയുടെ 4 പാദങ്ങൾ, കാർത്തികയുടെ 1 പാദം എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ
ഇടവത്തിൽ കാർത്തിക 3 പാദം, രോഹിണി 4 പാദം, മകേരം 2 പാദം. മിഥുനത്തിൽ മകേരം 2 പാദം, തിരുവാതിര 4 പാദം, പുണർദം 3 പാദം. അപ്പോൾ ചില രാശികളിൽ നക്ഷത്രവും അവസാനിക്കും, രാശിയും അവസാനിക്കും. അതായത് ഇപ്പോൾ കർക്കിടകം രാശിയിൽ പുണർദം 1 പാദം, പൂയം 4 പാദം, ആയില്യം 4 പാദം എന്ന് പറയുമ്പോൾ ആയില്യത്തിൻ്റെ 4 പാദവും കഴിഞ്ഞു. അപ്പോൾ നക്ഷത്രം അവസാനിച്ചു, അതുപോലെ രാശിയും അവസാനിച്ചു. ഇനി അടുത്തത് ചിങ്ങൻ രാശി തുടങ്ങാണ്, മകൻ നക്ഷത്രവും തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ തുടങ്ങാൻ പോകുന്ന അതിർത്തി, അതിനെയാണ് ഋക്ഷസന്ധി എന്ന് പറയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കുജരവിജ ഗുരുജ്ഞ ശുക്രഭാഗാഹ പവനസമീരണ കൗർപ്പിജൂകലയാഹ ആയുജി യുജിതു തേ വിപര്യസ്ഥാഹ ശശിഭവനാളി ഝഷാന്തം ഋക്ഷസന്ധി. ഇനി 8ാമത്തെ ശ്ലോകമാണ്. ക്രിയതാവുരുജൂതുമ കുലീരലേയപാഥോന ജൂഗകൗർപ്യാഖ്യാഃ തൗക്ഷിക ആകോകേരോ ഹൃദ്രോഗശ്ചാന്ത്യഭഞ്ജേത്ഥം എന്ന്. ക്രിയതാവുരുജൂതുമ കുളീര ലേയ പാർത്ഥോന ജൂക കോർപ്പി തൗക്ഷിക ആകോകേരോ ഹൃദ്രോഗശ്ചാന്ത്യഭഞ്ജേത്ഥം എന്നിങ്ങനെ. അതായത് ഇവിടെ ഒന്നുമില്ല. പണ്ട് കാലത്ത് യവനന്മാർ, അതായത് ഗ്രീക്ക് ജ്യോതിഷവും ഭാരതീയ ജ്യോതിഷവും തമ്മിൽ പരസ്പരം കണക്ഷൻ വന്നപ്പോൾ ഭാരതീയ ജ്യോതിഷത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഗ്രീക്ക് ജ്യോതിഷം. അപ്പോൾ അന്നത്തെ ഗ്രീക്ക് പേരുകളെ സംസ്കൃതവൽക്കരിച്ച് വരാഹമിഹിരൻ ഇവിടെ പറയാണ്. അതായത് 12 രാശികളുടെ ഗ്രീക്കിലുള്ള പേര് എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ക്രിയം എന്ന് പറഞ്ഞാൽ മേടം, താവുരു എന്ന് പറഞ്ഞാൽ ഇടവം, ജൂതുമം എന്ന് പറഞ്ഞാൽ മിഥുനം, കുളീരം എന്ന് പറഞ്ഞാൽ കർക്കിടകം, ലേയം എന്ന് പറഞ്ഞാൽ ചിങ്ങം, പാഥോനം എന്ന് പറഞ്ഞാൽ കന്നി, ജൂകം എന്ന് പറഞ്ഞാൽ തുലാം, കോർപ്പി എന്ന് പറഞ്ഞാൽ വൃശ്ചികം, തൗക്ഷികം എന്ന് പറഞ്ഞാൽ ധനു, ആകോകേരം എന്ന് പറഞ്ഞാൽ മകരം, ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ കുംഭം, അന്ത്യഭം എന്ന് പറഞ്ഞാൽ മീനം. ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിൽ. ക്രിയതാവുരു ജൂതുമ കുളീരലേയപാഥോന ജൂഗകോർപ്പി തൗക്ഷിക ആകോകേരോ ഹൃദ്രോഗശ്ചാന്ത്യഭഞ്ജേത്ഥം എന്നിങ്ങനെ. ഇനി 9ാമത്തെ ശ്ലോകമാണ്. ദ്രൈക്കാണഹോരാനവഭാഗസംജ്ഞാസ്ത്രിംശാംശകോ ദ്വാദശസംജ്ഞിതശ്ച ക്ഷേത്രം ച യദ്യസ്യ സ തസ്യ വർഗോ ഹോരേതി ലഗ്നം ഭവനസ്യ ചാർദ്ധം. ദ്രൈക്കാണഹോരാനവഭാഗസംജ്ഞാസ്ത്രിംശാംശകോ ദ്വാദശസംജ്ഞിതശ്ച ക്ഷേത്രം ച യദ്യസ്യ സ തസ്യ വർഗോ ഹോരേതി ലഗ്നം ഭവനസ്യ ചാർദ്ധം. അതായത് ഈ ശ്ലോകത്തിൽ പറയണത് ഒരു ഗ്രഹത്തിൻ്റെ ബലം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 6 തരം വിഭജനങ്ങളെയാണ്. ഇതിനെ ജ്യോതിഷത്തിൽ ഷഡ്വർഗം എന്ന് വിളിക്കും. അപ്പോൾ ജ്യോതിഷത്തിലെ ഷഡ്വർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ്രേക്കാണം എന്ന് പറഞ്ഞാൽ രാശിയുടെ 1/3, അതായത് 10 ഡിഗ്രി വീതമുള്ള 3 ഭാഗം. ഹോര എന്ന് പറഞ്ഞാൽ രാശിയുടെ പകുതി, അതായത് 15 ഡിഗ്രി വീതമുള്ള 2 ഭാഗം. പിന്നെ നവാംശകം, രാശിയുടെ 9/1, അതായത് 9 ഭാഗം. പിന്നെ ദ്വാദശാംശകം, രാശിയുടെ 12/1, 12 ഭാഗം. പിന്നെ ത്രിംശാംശകം, രാശിയുടെ 30/1, 30 ഭാഗം. പിന്നെ ക്ഷേത്രം. ഇങ്ങനെ ഷഡ്വർഗങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. ഏതൊക്കെയാണ്? ക്ഷേത്രം, ഹോര, ദ്രേക്കാണം, നവാംശകം, ദ്വാദശാംശകം, ത്രിംശാംശകം.
ഇനി 10ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഇത് ദ്രേക്കാണ ഹോരാ നവഭാഗസംജ്ഞാസ്ത്രിംശാംശകോ ദ്വാദശസംജ്ഞിതശ്ച ക്ഷേത്രം ച യദ്യസ്യ തസ്യ വർഗോ ഹോരേതി ലഗ്നം ഭവനസ്യ ചാർദ്ധം എന്ന് പറയുന്നു. ഇനി 10ാമത്തെ ശ്ലോകമാണ്. ഗോജാശ്വി കർക്കി മിഥുനാസ്സ മൃഗാ നിശാഖ്യാഃ പൃഷ്ഠോദയാ വിമിഥുനാഃ കഥിതാസ്ത ഏവ ശീർഷോദയാ ദിനബലാശ്ച ഭവന്തി ശേഷാ ലഗ്നം സമേത്യുഭയതഃ പൃഥുരോമയുഗ്മം. ഗോജാശ്വി കർക്കി മിഥുനാസ്സ മൃഗാ നിശാഖ്യാഃ പൃഷ്ഠോദയാ വിമിഥുനാഃ കഥിതാസ്ത ഏവ ശീർഷോദയാ ദിനബലാശ്ച ഭവന്തി ശേഷാ ലഗ്നം സമേത്യുഭയതഃ പൃഥുരോമയുഗ്മം. ഗോവ് എന്ന് പറഞ്ഞാൽ ഇടവം, അജം എന്ന് പറഞ്ഞാൽ മേടം, അശ്വി എന്ന് പറഞ്ഞാൽ ധനു, കർക്കി എന്ന് പറഞ്ഞാൽ കർക്കടകം, മിഥുനം, സമൃഗാ എന്ന് പറഞ്ഞാൽ അതായത് മേടം, ഇടവം, മിഥുനം, കർക്കടകം, ധനു. അതായത് 6 രാശികൾ നിശാബലം എന്ന പേരോട് കൂടിയ രാശികളാണ്. 6 രാശികൾ നിശാബലം എന്ന പേരോട് കൂടിയ രാശികളാണ്. ഏതൊക്കെയാണ്? ഇടവം, മേടം, കർക്കടകം, മിഥുനം, ധനു, മകരം. മേടം, ഇടവം, മിഥുനം, കർക്കടകം, ധനു, മകരം. ഇവയാണ് നിശാബലം എന്ന പേരോട് കൂടിയ രാശി. ഇനി ഈ പറഞ്ഞതിൽ മിഥുനം ഒഴികെയുള്ള രാശികൾ പൃഷ്ഠോദയ രാശികളാണ്. മിഥുനം ഒഴികെയുള്ളത് അപ്പോൾ മേടം, ഇടവം, കർക്കടകം, ധനു, മകരം, ഈ 5 പൃഷ്ഠോദയങ്ങളാണ്. മിഥുനമാകട്ടെ ശീർഷോദയ രാശിയാണ്. അപ്പോൾ പിന്നെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം, ഈ രാശികൾ, ഈ 5 ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, കുംഭം, ഈ രാശികൾ ശീർഷോദയങ്ങളുമാണ്, ദിനബലം എന്ന പേരോട് കൂടിയതുമാണ് എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിവിടെ തീർത്തും പരീക്ഷാദൃഷ്ടിയിൽ മാത്രം ആണ് പറയുന്നത്. ഗോജാശ്വി കർക്കി മിഥുനാസ്സ മൃഗാ നിശാഖ്യാഃ പൃഷ്ഠോദയാ വിമിഥുനാ കഥിതാസ്ത ഏവ ശീർഷോദയാ ദിനബലാശ്ച ഭവന്തി ശേഷാ ലഗ്നം സമേത്യുഭയതഃ പൃഥുരോമയുഗ്മം. അതായത് പൃഥുരോമയുഗ്മം എന്ന് പറഞ്ഞാൽ മീനം രാശി. മീനം രാശി എന്ത് രാശിയാണ്? ഉഭയോദയമാകുന്നു എന്നും ഇവിടെ പറയുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പോൾ 10 ശ്ലോകങ്ങൾ നോക്കിക്കഴിഞ്ഞു.